എനിക്ക് വയലൻസും ആക്ഷനൊക്കെ ഇഷ്ടമാണ്. നല്ല സ്വാഗായിരുന്നു, നല്ല സ്വാഗും ആക്ഷനിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ടെക്നിക്കൽ സൈഡാണെങ്കിൽ എല്ലാം ഒരു എന്താ പറയുക, നമ്മൾ KGF ഒക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചിരുന്നില്ല മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി ഉണ്ടെന്നുള്ളത്. അടിപൊളിയായിട്ട് മാർക്ക് പോയി, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ ഉണ്ണിമൂന്നിനെ പറ്റി ഭയങ്കര ചർച്ച ചെയ്തു. ഉണ്ണിമൂന്നിന് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു ഇന്റർവ്യൂ ഫുള്ളിരുന്ന് കണ്ടില്ല, ഭയങ്കര അടിപൊളി. കാരണം നമ്മുടെ ഒരു മലയാളം നടൻ അതിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്ത് ഒരു മൂവിയുടെ പാട്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വയലൻസിന് ഇത് തന്നെയാണ് ഒരു ബെഞ്ച് മാർക്ക് അല്ലേ? ഉണ്ണിമൂന്നിൽ ഒരുപാട് താങ്കളെ പോലെ ചവിട്ടി മെതിച്ച് താട്ടാൻ നോക്കിയതാണല്ലോ, എന്നിട്ടാണ് എന്താ പറയാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു തീയിൽ കുരുത്താൽ എഴുത്ത് പാടത്തില്ല എന്ന് പറയുന്നതൊക്കെ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന എല്ലാവർക്കും എത്രയൊക്കെ അടിച്ച് താഴ്ത്തിയിട്ടാലും അവർക്ക് മുന്നോട്ട് വരാനുള്ള ആ ഒരു ധൈര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം അവരാരും പിൻവലിത്തിലല്ല പോകുന്നത്. പക്ഷേ ഇത് അപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര വയലൻസ് ആണ്, പെൺകുട്ടി സ്ത്രീകൾക്ക് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. വയലന്റ് മൂവിയാണ്, അത് വേണമെങ്കിൽ കാണുക, മനസ്സിലായില്ലേ? അത് സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയല്ലേ, അഡൾട്ട്സ് ഓൺലി മൂവിയാണ്. സോ അങ്ങനെയുള്ളവർ വന്ന് കണ്ടാൽ മതി. അത് അങ്ങനെയാണല്ലോ അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് നിങ്ങൾ കുട്ടികളെ സ്ത്രീകളെല്ലാം വന്ന് കാണുമെന്നൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ചെയ്തിട്ടില്ല. വയലൻസ് ഇഷ്ടപ്പെടുന്ന, ആക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക 100% അവർ കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ ഉണ്ണിമൂന്നിനായതുകൊണ്ട് വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അതെ, അല്ല അത് ഒരുപാട് പേര് അങ്ങനെ കാണും. അത് ആരെയും ഇതേപോലെ ഒരാൾ മുന്നോട്ട് വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് അയാളെ ചവിട്ടി വീഴ്ത്താൻ വേണ്ടി ഒരുപാട് പേര് കാണും. അപ്പോൾ അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഉണ്ണിമൂന്നിനൊക്കെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. സോ ഐ ഫീൽ പ്രൗഡ്. കാരണം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഐ വിൽ ഹാപ്പി. എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. ഇതുപോലൊരു കഥാപാത്രത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുപോലെ കഥാപാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നോക്കാം, അത്രേ ഉള്ളൂ. നോക്കട്ടെ. നമുക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടി വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കട്ടെ. ഇതിപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ ബോച്ചെ വിഷയം. അപ്പം അതിലെന്താണ് റോബിനെ നിലപാടെന്ന്? ഞാൻ പറയില്ലേ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പലർക്കും എന്തും പറയാമെന്നുള്ളൊരു കാര്യമില്ല. സോ അത് നമ്മൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് അതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. കാരണം ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ആധാർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യിപ്പിച്ച് അതാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഇവർക്കൊരു പേടിയാണ് പിടിക്കപ്പെടുന്നത് അല്ലേ? സോ അത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുപ്പം ചെറുപ്പം ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും ശിക്ഷപ്പെടണം. അതാരാണെങ്കിലും, ഞാനാണെങ്കിലും. താങ്കൾ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻസൾട്ടാണ് മുരളി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത്രേ ഉള്ളൂ. അതൊക്കെ ഇൻസൾട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇതേപോലെ കേൾക്കുന്നത്, മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ബെറ്റർ വശം കൊണ്ടുവരാമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിന് ഓരോ ദിവസവും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ റോബിൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്നൊക്കെ പറയുന്നത്, അത് ശരിയാണ്? അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പയ്യെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. ഒരുപാട് പേര് നമ്മുടെ ശത്രുക്കളാണ്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണല്ലോ. സോ അതിനുവേണ്ടി അത്രേ ഉള്ളൂ. ഞാൻ പറയില്ല, എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഈ പറഞ്ഞ കണക്ക് കാഴ്ചപ്പാട് കാര്യങ്ങളെല്ലാം അതിൽ ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കും. അതിപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. കല്യാണത്തിന് വിശേഷങ്ങൾ എന്തെങ്കിലും നെക്സ്റ്റ് മന്ത് ആണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു നിങ്ങളുടെ ഒരുമിക്കുന്ന ഒരു കല്യാണം മുഹൂർത്തം കാണാൻ വേണ്ടിയാണ്. അതെ, കേരളം മൊത്തം. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ കല്യാണം കഴിക്കുന്നത്, ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നില്ലേ? അപ്പം എല്ലാവരും കല്യാണം കഴിക്കട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്താ പറയുക, ഇത്രയും. ഓക്കെ, ശരി. താങ്ക് യു ബ്രോ, താങ്ക് യു. പോയിട്ട് വരാം, ബൈ.